വിദേശത്തൊക്കെയുള്ള കൃഷി അത് നമ്മുടെ നാട്ടിൽ എത്രത്തോളം വിജയിക്കും എന്നത് സംബന്ധിച്ച് പല വിധത്തിലുള്ള കൺഫ്യൂഷനും സംശയമൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. എന്നാൽ ചില ഇനം അത് നമ്മളുടെ നാട്ടിലും ഗംഭീരമായി തന്നെ വളരും എന്നതിന്റെ ഒരു ഉദാഹരണത്തിലേക്കാണ് ആദ്യം പോകുന്നത്. കേരളത്തിൽ അപൂർവമായി കാണുന്ന സ്വർഗത്തിലെ കനി എന്ന് വിളിപ്പേരുള്ള ഗാഗ് ഫ്രൂട്ട് നമ്മുടെ നാട്ടിലെങ്കിൽ മലയോര മേഖലയിലും വിളയും. കല്ലറ സ്വദേശിയായ അബ്ദുൾ റഹീമാണ് വീടിന്റെ ടെറസിൽ ഈ വിദേശി കനിയെ വിളയിച്ചെടുത്തത്. സ്വർഗത്തിലെ കനി ഭൂമിയിൽ വിളഞ്ഞാലോ? കടൽ കടന്ന് തായ്ലൻഡിൽ നിന്നാണ് ഗാഗ് ഫ്രൂട്ട് ഇങ്ങ് ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെത്തിയത്. സ്വർഗത്തിലെ കനി ഇപ്പോൾ മലയോര മേഖലയായ കല്ലറയിലും വേര് പിടിച്ചിരിക്കുകയാണ്. വിദേശി പഴങ്ങൾ നമ്മുടെ കാലാവസ്ഥയിൽ വളർന്നു വരാൻ അല്പമൊന്ന് ബുദ്ധിമുട്ടുമ്പോഴാണ് ഈ പഴം നൂറുമേനി വിളഞ്ഞ് അത്ഭുതമായി മാറുന്നത്. കല്ലറ സ്വദേശിയായ അബ്ദുൾ റഹീമാണ് ഈ വിദേശിയെ തായ്ലൻഡിലെ ഫ്രൂട്ട് ഷോപ്പിൽ കണ്ട് കൗതുകം തോന്നി വാങ്ങിയത്. ഫ്രൂട്ട് വാങ്ങി നാളുകൾ കഴിഞ്ഞാണ് നടുക എന്ന ആശയത്തിലേക്ക് റഹീം എത്തിയത്. ചാണകവും എല്ലുപൊടിയും തുടങ്ങിയവ മാത്രമാണ് വളം. രണ്ടു നേരവും വെള്ളവും കൃത്യമായ പരിചരണവും ഉണ്ടെങ്കിൽ റഹീമിനെ പോലെ സ്വർഗത്തിലെ കനി നമ്മുടെ വീടിന്റെ ടെറസിലും വിളയിച്ചെടുക്കാം. രാവിലെ ഉറക്കം വെച്ചാൽ ഒരു 1.5 മണിക്കൂർ ഇതിന്റെ പിറകില് കാര്യങ്ങളൊക്കെ നോക്കാൻ നടക്കണം. ഇതിന്റെ കൃഷി, അതിന്റെ പരിപാലനവും, ഇതിന്റെ കീടങ്ങളൊക്കെ കയറുന്നതിനെയൊക്കെ അടിച്ച് മാറ്റി അങ്ങനെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ കാച്ചു കിടക്കുന്നതുകൊണ്ട് കാണാനൊരു നല്ല ഭംഗിയാണ്. പലരും കാണാനായിട്ടൂടെ വരുന്നുണ്ട്. സ്കൂളിൽ നിന്ന് കുട്ടികൾ വരുന്നുണ്ട്, പുറത്തുനിന്നുള്ള ആൾക്കാർ വരുന്നുണ്ട്. ഒരു പഴത്തിന് 1 കിലോയ്ക്ക് മുകളിൽ ഭാരം വരും. കിലോയ്ക്ക് 1000 മുതൽ 1500 രൂപ വരെ വിപണിയിൽ ലഭിക്കും. ഒരു ചെടിയിൽ നിന്നാകട്ടെ വർഷങ്ങളോളം കായ്ഫലവും ലഭിക്കും. കായ്കൾക്ക് ആദ്യം പച്ച നിറമായിരിക്കും. വളർച്ച 2ാം ഘട്ടത്തിലെത്തുമ്പോൾ മഞ്ഞയാകും. കുറച്ചുകൂടി പാകമായാലോ ഓറഞ്ച് നിറത്തിലെത്തും. വിളവെടുപ്പിന് ഭാഗമാകുന്നതോടെ ചുവന്നു തുടുത്ത് സ്വർഗത്തിലെ കനിയായി മാറും. നമ്മുടെ നാട്ടിൽ അപൂർവമായി മാത്രം വിളഞ്ഞു വരുന്ന ഗാഗ് ഫ്രൂട്ട് വാങ്ങുന്നതിനായി അനേകം ആളുകളാണ് അബ്ദുൾ റഹീമിനെ തേടിയെത്തുന്നത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഇന്ദുലേഖ രേണുവാണ് നമ്മുടെ കൂടെയുള്ളത്. ഇന്ദു, നമുക്ക് അത്ര പരിചിതമില്ലാത്ത, കേട്ടു മാത്രം പരിചയമുള്ള ഒരു ഫ്രൂട്ടാണ്. അത് തായ്ലൻഡിലെയാണ്. അത് അവിടെ ചെന്ന് കൗതുകത്തോടു കൂടി വാങ്ങിക്കൊണ്ടുവന്ന് ഇവിടെയും കൃഷിയൊക്കെ വിജയിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ഇതിന്റെ ഒരു രീതി? പൊതുവെ കൃഷിയോടൊക്കെ നല്ല താല്പര്യമുള്ള ആൾ കൂടിയാണല്ലേ, ഒരുപാട് പേർ വാങ്ങാനും എത്തുന്നുണ്ടെന്ന് പറയുന്നു. ഇത് ഇനി ഗാഗ് ഫ്രൂട്ട് കഴിക്കണമെന്ന് ആഗ്രഹം തോന്നിയാൽ, അല്ലെങ്കിൽ കാണാൻ ഒരു കൗതുകമൊക്കെ തോന്നിയാൽ ഇനി ആരും ഫ്ലൈറ്റ് പിടിച്ച് തായ്ലൻഡ് വരെ പോകേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങ് തിരുവനന്തപുരത്തേക്ക് വന്നാൽ മതി. അബ്ദുൾ റഹീമിൻ്റെ വീട്ടിൽ ആവശ്യത്തിലധികമുണ്ട്. അബ്ദുൾ റഹീം ഒരു കാര്യം കൂടി തെളിയിച്ചിരിക്കുകയാണ്. സ്വർഗത്തിലെ കനി ഇവിടെ ഭൂമിയിലും ഈ കൊച്ചു കേരളത്തിൽ ഇവിടെ മലയോര മേഖലയിലും നന്നായി വിളയുമെന്ന്. കണ്ടില്ല എന്ത് ഭംഗിയിലാണല്ലേ അത് തൂങ്ങിക്കിടക്കുന്നത്. നമ്മൾ ഇതിനു മുമ്പ് ഒരു പക്ഷേ സോഷ്യൽ മീഡിയയിലോ അങ്ങനെയൊക്കെ ആയിരിക്കും ഈ ഫ്രൂട്ടിനെ കുറിച്ച് കേട്ടിട്ടും കണ്ടിട്ടും ഉണ്ടാവുക. കഴിച്ചിട്ടുള്ളവർ വളരെ വിരളമായിരിക്കും. ഞാനും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇതുപോലെ അബ്ദുൾ റഹീം തായ്ലൻഡിൽ പോയപ്പോഴാണ് ഒരു കൗതുകത്തിന്റെ പേരിൽ ഇത് വാങ്ങുന്നതും വീട്ടിൽ കൊണ്ടുവച്ച് കുറേ നാളിന് ശേഷം ആ വിത്ത് വെറുതെ ഒന്ന് നട്ടു നോക്കുന്നത്. ഇത് വിളയുമെന്നോ കായ്ക്കുമെന്നോ ഒന്നും വിചാരിച്ചിരുന്നില്ല. പക്ഷെ ചുമ്മാ ഒരു കൗതുകത്തിന്റെ പേരിൽ ടെറസിൽ ഇങ്ങനെ ഒന്ന് നട്ടു നോക്കിയതാണ്. പക്ഷെ അത് വളർന്നു, പടർന്നു, പന്തലിച്ചു, നിറയെ കായ്ച്ചിങ്ങനെ നിൽക്കുകയാണ്. പറഞ്ഞ പോലെ വളരെയധികം ഭംഗിയാണിത് കാണാൻ. ആദ്യം പച്ച നിറത്തിൽ, പിന്നെ മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ് നിറത്തിലേക്ക് ഇങ്ങനെ ഒരു സ്വർഗത്തിലെ കനിയായിട്ട് തന്നെ അത് മാറുകയാണ്. പേര് അക്ഷരാർത്ഥത്തിൽ സത്യമാണെന്ന് തന്നെ പറയാം. കാരണം അത്രയും ഭംഗിയാണിത് കാണാൻ. അത് മുറിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലെ നിറം കാണാൻ അതിലേറെ ഭംഗിയാണ്. മാത്രമല്ല ഒരു പഴം ഏകദേശം 1 കിലോയ്ക്ക് മുകളിൽ വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വില ഏകദേശം 1 കിലോയ്ക്ക് 1000-ന് മുകളിൽ വില ലഭിക്കും. കാരണം ഇവിടെ വളരെ റെയറായിട്ട് കിട്ടുന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ കുറച്ച് പൈസ കൂടിയ പഴമാണ്. പക്ഷേ എന്തുകൊണ്ടും ഇത് വളർത്തുന്നത് അല്ലെങ്കിൽ നടുന്നത് നല്ലതാണ്. കാരണം ഒരുപാട് നാളിൽ നിന്ന് നമുക്ക് ഈൽഡ് ലഭിക്കുന്നതാണ്. മാത്രമല്ല വലിയ പൈസ ചെലവില്ല ഇതിനെ വളർത്തിക്കൊണ്ട് വരുന്നതിൽ. കുറച്ച് പണം മതി. വെള്ളവും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വളങ്ങളും അതുപോലെ കൃത്യമായ പരിചരണവും ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്കും വലിയ സ്ഥലമൊന്നുമില്ല, അതല്ലെങ്കിൽ കൃഷി സ്ഥലമോ അല്ലെങ്കിൽ ഒരുപാട് ഏക്കർ സ്ഥലമോ ഒന്നും വേണമെന്നില്ല. ഒരു കൊച്ചു വീടിന്റെ ടെറസ് ഉണ്ട്, കുറച്ച്. ശരിയാണ്, അതും കൗതുകമുള്ള ഒരു കാര്യമാണ്. ഒരുപാട് വീടുകൾ ടെറസൊക്കെ ഈ രീതിയിൽ കൃഷിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ സ്ഥിരം കാണുന്നതാണ്. അപ്പോൾ ഇങ്ങനെ കൗതുകമൊക്കെ തോന്നുകയാണെങ്കിൽ കൊണ്ടുവന്നൊന്ന് പരീക്ഷിക്കുക. മറ്റു നാട്ടിൽ നിന്നൊക്കെ വിത്തുകളൊക്കെ കിട്ടുമ്പോൾ നമ്മുടെ ഏരിയയിലൊക്കെ ഒന്ന് പരീക്ഷിക്കുക. ഒരുപക്ഷെ ഇങ്ങനെ വിജയിച്ചു എന്ന് വരും. കൃത്യമായിട്ട് ഇതിനെ പരിചരിച്ചു പോയാൽ മതി എന്നാണ് അബ്ദുൾ റഹീം പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൃഷി ഇഷ്ടപ്പെടുന്നുണ്ട്, അത് കൃത്യമായിട്ട് പരിചരിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത്രത്തോളം വലിയൊരു വിജയം ഈ ഒരു കൃഷിയിൽ നേടിയത്. അപ്പോൾ ഇന്ദു പറഞ്ഞതുപോലെ തന്നെ ഗാഗ് ഫ്രൂട്ട് ഒന്ന് കഴിക്കണം എന്നുണ്ടെങ്കിൽ നേരെ തായ്ലൻഡിലേക്കൊന്നും പോകണ്ട, നമ്മുടെ നാട്ടിലും ഉണ്ടാകും. ശരി ഇന്ദു.